പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുവാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ് ഫിസിക്സിലെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ്. സാധാരണയായി നമുക്ക് പരീക്ഷയ്ക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യത്തിനകത്ത് നമുക്ക് വരുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പല പിരിവുകളായിട്ട് ABCD പിരിവുകളായിട്ട് തരാറുണ്ട്. അപ്പോൾ 1 വേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് നമുക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള ഒരു 1 വേ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീൻ മോഡിൽ കാണുവാനായിട്ട് നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഫുൾ ബൈ ഹാർട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 1 വേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിന്, A+ സ്കോർ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വിജയശതമാനം ഉയർത്തുന്നതിനും തങ്ങളുടെ സ്കോർ ഉയർത്തുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കുമെന്നത് ഉറപ്പാണ്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ അതിനകത്ത് കാണുന്ന എനർജി ചേഞ്ച് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. നമുക്കറിയാം, ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അത് ഫസ്റ്റ് പെയർ നോക്കിയിട്ട് സെക്കൻഡ് പെയർ പൂരിപ്പിക്കാൻ പറഞ്ഞു വരുന്നൊരു ക്വസ്റ്റ്യനാണ്. മിക്സിയുടെ വർക്കിങ്ങിൻ്റെ സമയത്ത് മിക്സിയിലുള്ള എനർജി ചേഞ്ച് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. മിക്സി ഒരു മെഷീനാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മിക്സിയിലുള്ളത് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. സെക്കൻഡ്, സോൾഡറിങ് അയൺ. സോൾഡറിങ് അയണിനകത്ത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഉപയോഗിക്കുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സോൾഡറിങ് അയൺ. അങ്ങനെയാണെങ്കിൽ ഗ്രൈൻഡർ ഏത് എഫക്റ്റ് കൊണ്ട്, കറണ്ടിൻ്റെ ഏത് എഫക്റ്റ് കൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഗ്രൈൻഡറിനകത്ത് വരുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആയിരിക്കും. യൂണിറ്റ് ഓഫ് ചാർജീസ്. ചാർജിൻ്റെ യൂണിറ്റ് ഏതാന്ന്? കൂളംബ്. യൂണിറ്റ് ഓഫ് ചാർജീസ് കൂളംബ് നമുക്കറിയാവുന്നതാണ്. യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂള്. യൂണിറ്റ് ഓഫ് എനർജി ജൂള്. എനർജിയുടെ യൂണിറ്റ് ജൂള്. The process by which heat is developed in a circuit on passing current through it is known as Joule heating or ohmic heating. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് Joule heating or ohmic heating എന്തെന്ന് പറഞ്ഞ് ചോദിക്കാനും സാധ്യതയുണ്ട്. The process by which heat is developed in a circuit. ഒരു സർക്യൂട്ടിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. എപ്പോൾ? ഓൺ പാസിങ് കറണ്ട് ത്രൂ ഇറ്റ്. അതിൽ കൂടി സർക്യൂട്ടിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്നുള്ള ജൂൾ ഹീറ്റിംഗ് ഓർ ഒമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ 3 ohm 6 ohm റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. 3 ohm 6 ohm റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, പാരലലായിട്ടുള്ളതിനകത്താണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ R = R1 × R2 ഡിവൈഡ് ബൈ R1 + R2 ആണ്. ഇത് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. R = R1 × R2. R1 എന്ന് പറയുന്നത് 3 ohm ആണ്. 3 × 6 ohm ഡിവൈഡ് ബൈ 3 + 6 എന്നാണ് വരുന്നത്. 3 × 6 എന്ന് പറയുന്നത് 18 ആണ്. 18 ഡിവൈഡ് ബൈ 3 + 6 എന്ന് പറയുന്നത് 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ohm എന്ന് പറയും. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ. 2 ohm ആയിട്ട് നമുക്ക് കിട്ടിയത്. ആൻസർ 2 ohm. ഇൻ മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവനകത്ത് മൈക്രോവേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മൈക്രോവേവ് ഓവൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എഡ്ഡി കറണ്ടാണ്. നമ്മുടെ എക്സ്ട്രാ റീഡിങ്ങിലുള്ളതാണ്, എന്നാലും ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എഡ്ഡി കറണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ടു എ സർക്യൂട്ട്? വേർ ഇറ്റ് ഈസ് കണക്റ്റഡ്. ഒരു ഫ്യൂസ് വയർ സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, സീരീസ് ആയിട്ടാണ് ഫ്യൂസ് വയർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. എവിടെയാണ്? ഫേസ് ലൈനിലാണ്
ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്, ഫേസ് ലൈനിലാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത്. ഡാഷ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പവർ ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. റേഷ്യോ പവർ ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ആംബിയറേജ് ആണ്. ആംബിയറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടേജ് ബൈ വോൾട്ടേജ് ആണെന്നുള്ളത് നമുക്കറിയാം. വാട്ടേജ് ബൈ വോൾട്ടേജ്, വാട്ടേജ് എന്ന് പറയുന്നത് പവറിൻ്റെ ആണ്. അപ്പം എന്തു തന്നെയാണ്? പവർ ബൈ വോൾട്ടേജ് ആണ്. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. റേഷ്യോ പവർ ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതേതാണ്? ആംബിയറേജ് ആണ്. ദ റെസിപ്രോക്കൽ ഓഫ് ദി ഡയമീറ്റർ ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ഡയമീറ്ററിൻ്റെ റെസിപ്രോക്കലിന് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗേജ്. ഗേജ്. റെസിപ്രോക്കൽ ഓഫ് ദി ഡയമീറ്റർ ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് ഗേജ്. Calculate the power of heating appliance having 115 ohm resistance and 2 ampere current passing through it. Calculate the power. Power ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓം, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് R = 115 ഓം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് I = 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഐയും ആറും ഉണ്ടെങ്കിൽ പി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P = I² R ആണെന്നുള്ളത് നമുക്കറിയാം. I² R ആണ്. അപ്പം I എന്ന് പറഞ്ഞത് 2 ആണ്. 2ൻ്റെ സ്ക്വയർ ഇൻറ്റു R എന്ന് പറഞ്ഞത് 115 ആണ്. അപ്പം 4 × 115 വരും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 460 വാട്ട് എന്ന് കിട്ടും. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണെന്നുള്ളത് നമുക്കറിയാം. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. When 8 10 ohm resistance are connected in parallel ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സെയിം. റെസിസ്റ്റൻസ് ഇവിടെ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ohm ആണ്. 10 ohm ആണ്. നമ്പർ ഓഫ് 10 ohm റെസിസ്റ്റൻസ് 8 എണ്ണാൻ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞത് 8 ആണ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് നമ്മുടെ സ്മോൾ ലെറ്റർ R ആയിട്ട് സൂചിപ്പിക്കാം. അപ്പോൾ 6 എന്ന് പറഞ്ഞത് 10 ohm ആണ് തന്നിട്ടുണ്ട്. 8 നമ്പർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിം റെസിസ്റ്റൻസ് ഉള്ള നമ്പർ ഓഫ് റെസിസ്റ്റൻസ് തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവർ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ R/N ആണെന്നുള്ളത് നമുക്കറിയാം. R = എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R/N ആണെന്നുള്ളത് നമുക്കറിയാം. 10/N = 10/8 = 1.25 ohm എന്ന് വരും. ഇനി ഇത് സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നതെങ്കിൽ, സീരീസ് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ R = എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R × N എന്ന് വന്നേനെ. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് വന്നേനെ? R എന്ന് പറയുന്നത് 10 ആണ്. 10 × 8 എന്ന് വന്നേനെ. 80 ohm എന്ന് വന്നേനെ. സീരീസ് ആയിരുന്നെങ്കിൽ അത് 80 ohm എന്ന് വന്നേനെ. പാരലൽ ആണെങ്കിൽ അതെങ്ങനെ വന്നേനെ? 1.25 ohm എന്ന് വന്നേനെ. ഇതിനകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്? ഒരു റെസിസ്റ്റൻസിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും? സീരീസ് കണക്ഷനകത്താണെങ്കിൽ അതെന്ത് ചെയ്തിരിക്കും? സീരീസ് കണക്ഷനകത്താണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. പാരലൽ കണക്ഷനകത്താണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കണം. ദ മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ഫിലമെൻറ്റ്. ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? ഏത് മെറ്റലാണ് നമ്മൾ ഫിലമെൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൺ. വിച്ച് ആർ ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ് എലിമെൻറ്റ്സ് ഇൻ നിക്രോം. നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. മെറ്റൽസ് കൂടിച്ചേർന്നാണ് അലോയ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അപ്പം ഏത് നിക്രോം എന്ന് പറയുന്നത് ഏതൊക്കെ എലിമെൻറ്റ്സിൻ്റെ എലിമെൻറ്റ്സ് ആണ് അതിനകത്തുള്ളത്? നിക്കൽ, ക്രോമിയം, അയൺ. നിക്രോം എന്നുള്ള പേരിനകത്തുണ്ട്. നിക്കൽ എന്നുള്ളത് Ni എന്നുള്ളത് നിക്കൽ എന്നുള്ളതിൻ്റെ സിമ്പലാണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ക്രോമിയം ആണെന്നുള്ളത് അറിയാം. കൂടെ അയണും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. നിക്കൽ, ക്രോമിയം, അയൺ. നിക്കൽ, ക്രോമിയം, അയൺ. റൈറ്റ് ദ നെയിം ഓഫ് ദി അലോയ് യൂസ്ഡ് ടു മേക്ക് ഹീറ്റിംഗ് എലമെൻറ്റ് ഇൻ ഹീറ്റിംഗ് അപ്ലയൻസ്. ഹീറ്റിംഗ് അപ്ലയൻസിൽ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അലോയ് ഏതാണ്? ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അലോയ് എന്ന് പറയുന്നത് ഏതാണ്? നിക്രോമാണ്. നിക്രോമാണ് ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അലോയ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എ ഡാഷ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. ഒരു ഹെലിക്സിൻ്റെ ഷേപ്പിൽ വൂണ്ട് ചെയ്തെടുക്കുന്ന ഇൻസുലേറ്റഡ് വയറിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സോളിനോയിഡ്. സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. ഒരു ഹെലിക്സ് ഷേപ്പിൽ വൂണ്ട് ചെയ്തെടുക്കുന്ന ഇൻസുലേറ്റഡ് വയറാണ് എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇൻ എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്, if the current is in the clockwise direction, the end that solenoid will be south pole. Clockwise ആണെങ്കിൽ ഏതായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ക്ലോക്ക് ആണെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും, നമുക്കറിയാവുന്നതാണ്. അത് ഇങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ഇനി അതേസമയം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നെങ്കിലോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നെങ്കിൽ അവിടെ വരുന്നത് ഏതായിരുന്നു? നോർത്ത് പോൾ ആയേനെ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ അവിടെ വരുന്നത് നോർത്ത് പോൾ ആയേനെ. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? അത് എഴുതുന്ന രീതിയിൽ തന്നെയുണ്ട്. എന്നുള്ളത് ഇങ്ങനെ എഴുതുക, ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് നോർത്ത് പോളാണ്. കറണ്ട് ക്യാരിങ് സോളിനോയിഡിനകത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നത് സൗത്ത് പോളാണ്. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് സാധാരണഗതി 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓർത്തിരുന്നോണം, പഠിച്ചോണം. വിച്ച് ലോ ഈസ് ഹെൽപ്സ് us to find the direction of the movement in an equipment working under magnetic field of electric current. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നമ്മൾ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ആൻ എക്യുപ്മെൻറ്റ്, ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് ലോയാണ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് വർക്കിംഗ് അണ്ടർ മോട്ടോ പ്രിൻസിപ്പിൾ. മോട്ടോ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന 2 എക്യുപ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? ഫാനും മിക്സിയും. ഫാന് മിക്സി ഏതനുസരിച്ചാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 എക്യുപ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഇലക്ട്രിക് മോട്ടോറിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, വോയിസ് കോയിൽ, സ്പ്ലിറ്റ് റിങ്. നമുക്കറിയാം ഫീൽഡ് മാഗ്നറ്റും ആർമേച്ചറും സ്പ്ലിറ്റ് റിങ്ങും ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഭാഗമാണ്. ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ബ്രഷസ് ആണ്. ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൻ്റെ പാർട്സും അവിടെ കിട്ടി. ഏതൊക്കെയാണ് ഇലക്ട്രിക് മോട്ടോറിൻ്റെ പാർട്സ്? ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്സ്, ഒപ്പം ഏതാണ്? ഗ്രാഫൈറ്റ് ബ്രഷസ്. ഇനി ഇലക്ട്രിക് മോട്ടോറിൻ്റെ പാർട്ട് അല്ലാത്തത് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? വോയിസ് കോയിലാണ്. വോയിസ് കോയിൽ ഏതിൻ്റെ പാർട്ടാണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ പാർട്ടാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഈസ് വർക്കിംഗ് അണ്ടർ ഡാഷ് പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 ഡിവൈസാണ്. DC മോട്ടോറിൻ്റെ പ്രിൻസിപ്പിളും മോട്ടോർ പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെത് പ്രിൻസിപ്പിൾ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ്. പെയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണിത്. ദ ലോ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂൾ ഏതാണെന്നുള്ളതാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന 3rd ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. Who discovered the principle of electromagnetic induction? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഡിസ്കവർ ചെയ്തത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. മൈക്കിൾ ഫാരഡേ ഡിസ്കവേർഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Write the name of the instrument used to find out the presence of very low electric current and its direction. ഇലക്ട്രിക് കറണ്ടിൻ്റെ വെരി ലോ ഇലക്ട്രിക് കറണ്ടിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്?
ഗാൽവനോമീറ്ററിൻ്റെ ചെറിയ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗാൽവനോമീറ്റർ. അതേസമയം കൂടിയ കറണ്ട് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? അമ്മീറ്ററാണ് കൂടിയ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വെരി ലോ ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞത് ഏതാണ്? ഗാൽവനോമീറ്റർ ആണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആരാണ്? നമുക്കറിയാവുന്നതാണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മൈക്കിൾ ഫാരഡേ ആണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് അറിയപ്പെടുന്നത്. Whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomenon is called electromagnetic induction. Electromagnetic induction എന്താണെന്ന് 2 മാർക്കിൽ ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മൾക്ക് അതറിയാതിരിക്കണം. Whenever there is a change in the magnetic flux linked with the coil, കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് എവിടെയെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫിനോമിനന് പറയപ്പെടുന്ന പേരാണ് എന്തെന്നുള്ളത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദ ലോ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോ ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. The energy transformation taking place in generator is, ജനറേറ്ററിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ ഏതാണെന്നുള്ളത്. ജനറേറ്ററിൽ ആദ്യം ഒരു ടർബൈൻ കറക്കിയിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം ടർബൈൻ കറക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. സോ മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതാണ് അവിടെ നടക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫോർമേഷൻ ടേക്ക് പ്ലേസ് ഇൻ എ ജനറേറ്റർ. ദ മെയിൻ പാർട്സ് ഓഫ് ആൻ AC ജനറേറ്ററിൻ്റെ മെയിൻ പാർട്സ് ഏതാണ്? പെർമനൻറ്റ് മാഗ്നറ്റ്. അതാണ് ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ബ്രഷസ്. ഇനി ഒരു DC ജനറേറ്ററിനകത്താണെങ്കിൽ ഇവിടെ എന്താണ് വ്യത്യാസമുള്ളത്? സ്ലിപ്പ് റിംഗ് എന്നുള്ളതിന് പകരം ഇവിടെ എന്തായിരിക്കും? സ്പ്ലിറ്റ് റിംഗ് എന്നായിരിക്കും വരുന്നത്. സ്പ്ലിറ്റ് റിങ്സ് എന്നായിരിക്കും വരുന്നത്. അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. DC ജനറേറ്ററിനകത്തായിരുന്നെങ്കിൽ അവിടെ എന്ത് വന്നേനെ? DC ജനറേറ്ററിനകത്തായിരുന്നെങ്കിൽ സ്പ്ലിറ്റ് റിങ്ങുകൾക്ക് പകരം അവിടെ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം സ്പ്ലിറ്റ് റിങ്ങുകളായിരിക്കും DC ജനറേറ്ററിൽ വരുന്നത്. അതും നമുക്ക് എന്തായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. സ്ലിപ്പ് റിങ്സ് AC ജനറേറ്റർ, സ്പ്ലിറ്റ് റിങ്സ് DC ജനറേറ്റർ. ഇവിടെ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ ഏത് ബ്രഷാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തിരുന്നോണം. ഗ്രാഫൈറ്റ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഗ്രാഫൈറ്റ് ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ഫ്രീക്വൻസി ഓഫ് ആൻ AC ജനറേറ്റർ ട്രാൻസ്മിഷൻ ഇൻ അവർ കൺട്രി ഈസ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന AC ജനറേറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് എന്തെന്നുള്ളത്? ഹെഡ്സ്. അതും അറിയാമായിരിക്കണം. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ്. നമ്മുടെ രാജ്യത്ത് ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് SLC പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ദ ഫ്രീക്വൻസി ഓഫ് AC ജനറേറ്റർ ട്രാൻസ്മിഷൻ ഇൻ അവർ കൺട്രി ഈസ്, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന AC ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെഡ്സ്. വിച്ച് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ DC ജനറേറ്റർ? നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞതാണ്. ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്സ്, ബ്രഷസ്. ഏത് ബ്രഷസ് ആണ്? ഗ്രാഫൈറ്റ് ബ്രഷസ്. ഹൗ മെനി ടൈംസ് ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഓഫ് AC ഇൻ 1 സെക്കൻഡ്? 1 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന എന്താണ്? 1 ഹെഡ്സിനകത്തുള്ളത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ 1 ഹെഡ്സിൽ എത്ര പ്രാവശ്യം? 1 ഹെഡ്സ് എന്ന് പറയുന്നത് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ AC എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ എന്നുള്ളത് അറിയാം. ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട്. ഈ ഹാഫ് രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു ഫുൾ ഇതാവും എന്ന് പറയാം, ഒരു സൈക്കിൾ ആവും എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹൗ മെനി ടൈംസ് ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ 1 സെക്കൻഡ്? ഹൗ മെനി ടൈംസ് ചേഞ്ച് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു.
നമ്മുടെ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ ഇത് ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെഡ്സ് ആണെന്ന് പറഞ്ഞു. 50 ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു 50 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഹെഡ്സിനകത്ത് തന്നെ നമുക്ക് എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം 2 ടൈംസ് അവരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? 50 × 2 = 100 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. എ സിയിൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എത്ര പ്രാവശ്യം ചേഞ്ച് ചെയ്യുന്നുണ്ട്? 1 സെക്കൻഡിൽ 100 ടൈംസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷനാണ്. മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷനാണ്. ദ നെയിം ഓഫ് ട്രാൻസ്ഫോമർ വിച്ച് ഇൻക്രീസസ് ദ വോൾട്ടേജ് ഓഫ് എ സി, എ സിയുടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് പറയുന്ന പേരെന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എ സിയുടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് പറയുന്ന പേര് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ദ നെയിം ഓഫ് ട്രാൻസ്ഫോമർ വിച്ച് ഡിക്രീസസ് ദ വോൾട്ടേജ് ഓഫ് എ സി, എ സിയുടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ. ഡിക്രീസ് ചെയ്യുക, ഡൗൺ ആക്കുക, താഴേക്ക് കൊണ്ടുവരിക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അക്കോർഡിംഗ് ടു ട്രാൻസ്ഫോമർ, ദ പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. ട്രാൻസ്ഫോമർ റൂൾ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ട്രാൻസ്ഫോമർ റൂൾ അനുസരിച്ച് പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവറുകൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. The change in magnetic flux due to the flow of an AC in a solenoid will generate a back EMF in the same solenoid. ബാക്ക് EMF ഇത് കാണുമ്പോഴേ നിങ്ങൾ ഓർമ്മയിലേക്ക് വന്നോണം ഏത് ഫിനോമിനാണ്? സെൽഫ് ഇൻഡക്ഷൻ ആണെന്നുള്ള കാര്യം ഓർമ്മയിലേക്ക് വന്നോണം. ബാക്ക് EMF ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം ഓർമ്മയിലേക്ക് വരേണ്ടതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളത്. എന്താണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനൊരു ചേഞ്ച് വരുന്നു. എന്തിൻ്റെ ഫലമായിട്ട്? ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ എ സി ഇൻ എ സോളിനോഡ്. ഒരു സോളിനോഡിൽ വരുന്ന എ സിയുടെ ഫ്ലോയുടെ ഇതുകൊണ്ട് വ്യത്യാസം കാരണം മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ബാക്ക് EMF ജനറേറ്റ് ചെയ്യുന്ന, സെയിം സോളിനോഡിൽ തന്നെ ഒരു ബാക്ക് EMF ജനറേറ്റ് ചെയ്യുന്ന ഫിനോമിന് പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളത്. സെൽഫ് ഇൻഡക്ഷൻ എന്തെന്നുള്ളത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്നതാണ്. ഡാഷ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ടു ദ ഡിസൈഡ് വാല്യൂ വിത്തൗട്ട് ലോസ് ഓഫ് പവർ. പവറിൻ്റെ ലോസ് ഇല്ലാതെ, പവർ ലോസ് ഇല്ലാതെ നമുക്ക് ഒരു സർക്യൂട്ടിലെ കറണ്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ഇൻഡക്ടർ. ഇൻഡക്ടർ എന്താണെന്നുള്ളത് നമുക്കറിയാമായിരിക്കണം. ഇൻഡക്ടർ ആർ യൂസ്ഡ് ടു റെഡ്യൂസ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ടു ദ ഡിസൈഡ് വാല്യൂ. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് താത്തിയെടുക്കാനായിട്ട്, അതിനനുസരിച്ച് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? പവർ ലോസ് കൂടാതെ, വിത്തൗട്ട് ലോസ് ഓഫ് പവർ. പവർ ലോസ് കൂടാതെ ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്നുള്ളത്? ഇൻഡക്ടർ. സെലക്ട് ആൻഡ് റൈറ്റ് ദം ഫ്രം ദ ഫോളോയിങ് റിലേഷൻസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് ഉദാഹരണം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്? VS പ്രൊപ്പോർഷണൽ ടു VP, VS ഗ്രേറ്റർ ദാൻ VP. അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞത് പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. ഏതിനകത്ത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനകത്ത് സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും. NS/NP എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. NS/NP എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, 1ൽ കൂടുതലായിരിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തേർഡ് ചാപ്റ്ററിൻ്റെ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗങ്ങൾ. റൈറ്റ് ദ മെയിൻ പാർട്സ് ഓഫ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഏതാണ്? മൂവിംഗ് കോയിൽ മൈക്രോഫോണിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം. പെർമനൻറ്റ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം. മൂവിംഗ് കോയിൽ മൈക്രോഫോണിനകത്തും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനകത്തും വോയിസ് കോയിൽ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. വോയിസ് കോയിൽ, ഡയഫ്രം. വാട്ട് ഈസ് ദ എനർജി ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ? മൂവിംഗ് കോയിൽ മൈക്രോഫോണിനകത്ത് നടക്കുന്ന എനർജി ചേഞ്ച് ഏതാണ്? സൗണ്ട് എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. സൗണ്ട് എനർജി
ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്ക് എന്നുള്ളത് മനസ്സിലോർക്കുക. അവിടെ സൗണ്ട് എനർജിയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ആ സൗണ്ട് എനർജി എന്തായിട്ട് ആംപ്ലിഫൈ ചെയ്താണ് വരുന്നത്. അപ്പോൾ സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോണിനകത്ത്. വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോഫോൺ ഈസ് യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്സ്? ഹിയറിംഗ് എയ്ഡ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏതാണ്? കപ്പാസിറ്റർ മൈക്രോഫോൺ. നമ്മുടെ എക്സ്ട്രാ റീഡിങ്ങിൽ നിന്ന് ചോദിച്ചേക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഹിയറിംഗ് എയ്ഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏതാണ്? കപ്പാസിറ്റർ മൈക്രോഫോണാണ്. NTSC എക്സാമുകൾക്കൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ലോസ്? ട്രാൻസ്മിഷൻ ലോസ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? ഇൻക്രീസ് ദ വോൾട്ടേജ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കുന്നതിനുള്ള മാർഗം. വിച്ച് ആർ ദ ലൈൻസ് എസെൻഷ്യൽ ഫോർ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ? ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് അത് എസെൻഷ്യൽ ആയിട്ടുള്ള ലൈൻസ് ഏതൊക്കെയാണ്? ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും. ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും. സേഫ്റ്റി ഫ്യൂസസ് ആർ കണക്റ്റഡ് ഇൻ ഫേസ് ലൈൻസ്. സേഫ്റ്റി ഫ്യൂസ് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഫേസ് ലൈനിലാണ് സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുന്നത്. വിച്ച് മെത്തേഡ് ഓഫ് കണക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്? ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൽ നമ്മൾ ഏത് കണക്ഷനാണ് ഉപയോഗിക്കുന്നത്? പാരലൽ കണക്ഷനാണോ സീരീസ് കണക്ഷനാണോ? പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ. എ ഗ്രൈൻഡർ ഓഫ് പവർ 750 വാട്ട് വർക്ക്സ് ഫോർ 2 hours. 2 മണിക്കൂർ 750 വാട്ടുള്ള ഒരു ഗ്രൈൻഡർ വർക്ക് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി എനർജി കൺസ്യൂംഡ്. അവിടെ ഉണ്ടായിട്ടുള്ള എനർജി എന്തുമാത്രമാണ്? എനർജി കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന കിലോ വാട്ട് അവറിലാണ് എനർജി കൺസ്യൂം പറയുന്നത്. കിലോ വാട്ട് അവർ ആണ്. അപ്പം വാട്ട് എന്ന് പറയുന്നത് 750 ആണ്. ഇൻറ്റു അവർ എന്ന് പറയുന്നത് പവർ ഇൻറ്റു ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000 എന്നുള്ളതാണ്. പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000 എന്നുള്ളതാണ്. പവർ എന്ന് പറയുന്നത് എത്രയാണ്? 750 വാട്ടാണ്. ദെൻ അവർ എന്ന് പറയുന്നത് 2 hours ആണ് തന്നിട്ടുണ്ട്. ടൈം അവറിൽ തന്നെയാണ് പറയേണ്ടത്. അവറിലല്ലെങ്കിൽ നമ്മൾ അവറിലേക്ക് മാറ്റണം. അവർ 2 hours ആണ് തന്നിട്ടുണ്ട് ടൈം. ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 750 ഇൻറ്റു 2/1000 ചെയ്ത് കഴിയുമ്പോൾ 1500 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 1.5 യൂണിറ്റ്സ് എന്ന് കിട്ടും. ദെൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, 4th ചാപ്റ്റർ. ദ മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആയിരിക്കും എന്നുള്ളത് അറിയാമല്ലോ. ഇൻസിഡൻറ്റ് ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിളും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇൻസിഡൻറ്റ് ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിളും എത്ര തന്നെയായിരിക്കും? 45 ഡിഗ്രി തന്നെയായിരിക്കും. ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ഇത് ഇമേജസ് formed in a plane mirror is real or virtual? Images formed in a plane mirror. ഒരു പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജ് എപ്പോഴും ഏതായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എന്നുള്ള ഓർത്താൽ മതി. പ്ലെയിൻ മിററിൽ കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. If 2 plane mirrors are kept in an angle of 40 degree, how many images can be observed? 40 ഡിഗ്രിയിൽ 2 പ്ലെയിൻ മിറർ നമ്മളിൽ കെപ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ തീറ്റ മൈനസ് 1 എന്നുള്ളത് നമുക്കറിയാമല്ലോ. 360 ഡിവൈഡ് ബൈ തീറ്റ എന്നുള്ളത് ആംഗിളാണ്. ഇവിടെ 40 ഞാൻ തന്നിട്ടുണ്ട്, -1 ആണ്. അപ്പം 360/40 ചെയ്ത് കഴിയുമ്പോൾ 9 കിട്ടും. 9 - 1 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അവിടെ കിട്ടുന്ന ഇമേജസിൻ്റെ എണ്ണം എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യാനായിട്ട് പഠിക്കണം. ഇക്വേഷൻ എഴുതാൻ പറഞ്ഞ് ചോദിക്കാം, ഇക്വേഷൻ അനുസരിച്ച് പ്രോബ്ലംസ് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും അറിയാമായിരിക്കണം. ദ മാക്സിമം റേഞ്ച് ഓഫ് ദി വിഷൻ ത്രൂ ദ മിറർ ഈസ്. മിററിൽ കൂടിയുള്ള മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് അതിന് പറയുന്നത് മാക്സിമം റേഞ്ച് ഓഫ് വിഷന് പറയുന്നതാണ്. മിററിൽ കൂടിയുള്ളതിന് പറയുന്നതാണ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഡാഷ് മിറർ ഓൾവേസ് ഫോം വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജസ്. വെർച്വൽ ആയിട്ടുള്ളതും ഇറക്റ്റ് ആയിട്ടുള്ളതും ഡിമിനിഷ്ഡ് ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്? കോൺവെക്സ് മിററിലാണ്. അതുകൊണ്ടാണ് കോൺവെക്സ് മിറർ നമ്മൾ എപ്പോഴും എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് മിറർ ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. എപ്പോഴും അതെന്താണ് ഫോം ചെയ്യുന്നത്? വെർച്വൽ ആയിട്ടുള്ളതും ഇറക്റ്റ് ആയിട്ടുള്ളതും ഡിമിനിഷ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇമേജസ് ആണ് അത് ഫോം ചെയ്യുന്നത്. ദ മിറർ ഹാവിങ് ലാർജസ്റ്റ് ഫീൽഡ് ഓഫ് വ്യൂ. ലാർജസ്റ്റ് ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളത് ആർക്കാണ്? കോൺവെക്സ് മിററിനാണ്.
അതുകൊണ്ടാണ് റോഡ് സൈഡിലൊക്കെ നമ്മൾ മിറർ വെക്കുന്നത് ഏതാണ്? കോൺവെക്സ് മിററാണ് വെക്കുന്നത്. ലാർജസ്റ്റ് ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളത് ഏതിനു വേണ്ടിയാണ്? കോൺവെക്സ് മിററിന് തന്നെയാണ്. ഡാഷ് മിറർ ഈസ് യൂസ്ഡ് ഇൻ സോളാർ കോൺസെൻട്രേറ്റേഴ്സ്. സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ് മിററാണ്. അവിടേക്ക് ഫോക്കസ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് മിററാണ്. ദ മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ, കോൺവെക്സ് മിറർ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കോൺവെക്സ് മിററാണ് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി 5th ചാപ്റ്റർ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഡാഷ് ഈസ് എ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് ദ സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരു മീഡിയത്തിനകത്തുള്ള സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. ദ റേഷ്യോ ഓഫ് ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് സൈൻ ഐ ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ സൈൻ ഐ ടു ദ സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സൈൻ ഐ ബൈ സൈൻ ആർ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്മോൾ ലെറ്റർ എൻ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ എൻ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറയുന്നത് എയറിൻ്റെത് സ്പീഡ് ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ സ്പീഡ് എയറിൻ്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്നാണ്. അപ്പോൾ ഗ്ലാസ് എന്ന മീഡിയത്തിനെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ ഏത് മീഡിയമാണോ ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്ന മീഡിയമാണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്യൂമായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുന്നതിൻ്റെ നമ്മൾ പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. വാക്യൂമായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നതിന് നമ്മൾ പറയുന്ന പേര് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അല്ലാതെ ഉള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെറുതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്യൂമായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നതിന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. വിച്ച് ഫിനോമിന ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിനകത്ത് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിനോമിന ഏതാണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ടെലികമ്മ്യൂണിക്കേഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഫിനോമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൻ്റെ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൻ്റെ ഫിനോമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലുള്ളത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ആൻഡ് വാട്ടർ. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. വാട്ടറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48.6 ഡിഗ്രിയാണ്. അത് ഷുവറായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 48.6 ഡിഗ്രിയാണ്. ഇഫ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ് ഈസ് റിയൽ ഇറ്റ്സ് ഫോക്കൽ ലെന്ത് വിൽ ബി ഏതായിരിക്കും? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണെങ്കിൽ റിയൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ഇഫ് റിയൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫോക്കൽ ലെന്ത് വിൽ ബി എന്തായിരിക്കും? എപ്പോഴും ഏതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെന്ത് അവിടെ എപ്പോഴും കിട്ടുന്നത് ഏതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദ ലെൻസ് ഈസ് ഹാവിങ് നെഗറ്റീവ് ഫോക്കൽ ലെന്ത്. നെഗറ്റീവ് ഫോക്കൽ ലെന്ത് ഉള്ള ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിനാണ് നെഗറ്റീവ് ഫോക്കൽ ലെന്ത് ഉള്ളത്. കോൺവെക്സ് ലെൻസിന് ഏതാണ്? പോസിറ്റീവ് ഫോക്കൽ ലെന്താണുള്ളത്. റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് കോൾഡ് മാഗ്നിഫിക്കേഷൻ. HI/HO ആണ് മാഗ്നിഫിക്കേഷൻ എന്നുള്ളത് അറിയാം. മാഗ്നിഫിക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം. HI/HO മൈനസ് ഓഫ് V/U. ലെൻസിൻ്റെ കേസിനകത്ത് മൈനസ് ഓഫ് V/U ആണ്. മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് V/U ആണ്. ലെൻസിൻ്റെ കേസിനകത്ത് വരുമ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും V/U ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. HI/HO മൈനസ് ഓഫ് HI/HO ആണ്.
ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിനാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഓഫ് എ ലെൻസ് ഇഫ് ദ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ഇറക്റ്റ് ആൻഡ് വെർച്വൽ ആയിരിക്കും. ഇറക്റ്റ് ആൻഡ് വെർച്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ അതെപ്പോഴും ഇറക്റ്റ് ആൻഡ് വെർച്വൽ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. ഫോക്കൽ ലെങ്തിൽ 1/f ആണ് എന്തെന്ന് പറയുന്നത്? പവർ P = 1/f ആണ് ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കൽ. അത് എന്തിനകത്താണ് പറയേണ്ടത്? മീറ്ററിലാണ് പറയുന്നതെങ്കിൽ, മീറ്ററിലാണ് ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കൽ പറയുന്നതെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലിന് പറയുന്നതാണ് എന്തെന്നുള്ളത് പവർ എന്ന് നമ്മൾ പറയുന്നത്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ ലെൻസ് ഫോക്കൽ ലെങ്ത് +25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്റർ ഉള്ള ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഉള്ള, അപ്പോൾ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F = 25 സെൻറ്റിമീറ്റർ എന്നാണ്. പ്ലസ് ആണ് തന്നിരിക്കുന്നത്. 25 സെൻറ്റിമീറ്റർ എന്നാണ്. നമുക്കിത് എന്തായിട്ടാണ്? മീറ്ററിലാണ് എഴുതേണ്ടതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ /100 എന്നുള്ളത് നമുക്കറിയാം. അപ്പം 25 /100 ആണ് ഇത് മീറ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ളത്. ഇനി പവർ എന്ന് പറയുന്നത് പവർ = 1/f ആണ്. 1/f എന്ന് പറയുമ്പോൾ F എന്ന് പറയുന്നതാണ് 25/100 ആണ്. അപ്പോൾ 1/f എന്ന് പറയുന്നത് 100/25 ആയിരിക്കും. 100/25 എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. 4 ഡയോപ്റ്റർ. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. അതുകൊണ്ടാണ് 4 ഡയോപ്റ്റർ എന്ന് പറയുന്നത്. എപ്പോഴാണെങ്കിലും ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും തരുന്നത്. പവർ കാണേണ്ടത് മീറ്ററിലുള്ള ഫോക്കൽ ലെന്തിൻ്റെ റെസിപ്രോക്കലിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫോക്കൽ ലെന്ത് സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ മീറ്ററിലേക്ക് ആക്കണം. മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടി 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോക്കൽ ലെന്ത് കിട്ടി. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിടുക. അപ്പോൾ 100/25 എന്ന് വരും. അത് 4 ഡയോപ്റ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ടിങ്കിളിങ് ഓഫ് എ സ്റ്റാർ? ഒരു സ്റ്റാറിൻ്റെ ടിങ്കിളിങ്ങിനകത്ത് അതിൻ്റെ റീസൺ എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ടിങ്കിളിങ് ഓഫ് എ സ്റ്റാറിൻ്റെ റീസൺ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ. ഇനി 6th ചാപ്റ്റർ ആണ് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. The nearest point at which objects can be seen distantly is known as near point. ഒബ്ജക്റ്റ് അറ്റ് വിച്ച് ഒരു ഒബ്ജക്റ്റിനെ ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന നിയറസ്റ്റ് പോയിന്റിന് പറയുന്ന പേരാണ് എന്തെന്നുള്ളത്? നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ദ നിയർ പോയിന്റ് ഓഫ് ആൻ ഐ വിത്ത് എ ഹെൽത്തി വിഷൻ ഈസ് 25 സെൻറ്റിമീറ്റർ. അത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 25 സെൻറ്റിമീറ്റർ ആണ് ഒരു ഹെൽത്തി വിഷനുള്ള വ്യക്തിയുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. നിയർ പോയിന്റ് ഓഫ് ഐ വിത്ത് എ ഹെൽത്തി വിഷൻ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. The ability of the eye to form an image on the retina by adjusting the focal length of the lens in the eye by varying the curvature of the lens irrespective of the position of the object is called power of accommodation എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ എന്നാന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്താണ്? ദ എബിലിറ്റി ഓഫ് ദി ഐ. ഐക്കുള്ള ഒരു കഴിവാണ്. എന്തിന്? ടു ഫോം ദി ഇമേജ് ഓൺ ദ റെറ്റിന. റെറ്റിനയിൽ തന്നെ ഇമേജിനെ ഫോം ചെയ്യിക്കാൻ വേണ്ടി. എങ്ങനെ? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, കണ്ണിലുള്ള ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റെറ്റിനയിൽ തന്നെ ഇമേജ് ഫോം ചെയ്യിപ്പിക്കാനുള്ള കണ്ണിനുള്ള കഴിവാണ്. എങ്ങനെയൊക്കെയാണ്? ബൈ വേരിയിങ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ്. ലെൻസിൻ്റെ കർവേച്ചറിനെ വേരി ചെയ്തുകൊണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറാതെ തന്നെ ലെൻസിൻ്റെ കർവേച്ചറിനകത്ത് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് റെറ്റിനയിൽ തന്നെ ഇമേജ് കാണിക്കുവാനുള്ള കണ്ണിനുള്ള കഴിവിന് പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ ഓഫ് ലെൻസ് and thereby adjusting the focal length is an ability of our eye. It can be done by the help. അത് പവർ ഓഫ് അക്കോമഡേഷൻ ചെയ്യുന്നത് ആരുടെ സഹായം കൊണ്ടാണെന്നുള്ളതാണ്? സീലിയറി മസിൽസ്. സീലിയറി മസിൽസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ നമ്മുടെ കണ്ണിനകത്ത് സാധിക്കുന്നത്. The defect of the eye caused by decreasing the curvature of eye or decreasing the power of the lens is known as long sightedness or hypermetropia.
ഡിക്രീസിങ് ദ കർവേച്ചർ ഓഫ് ദി ഐ, ഐയുടെ കർവേച്ചറിൻ്റെ ഡിക്രീസ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഡിക്രീസിങ് ദ പവർ ഓഫ് ദി ലെൻസ്, ലെൻസിൻ്റെ പവർ ഡിക്രീസ് ചെയ്യുന്നു. ആ കണ്ണിനുള്ള ഡിഫക്റ്റാണ് എന്തെന്ന് പറയുന്നത് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത്. ദ ഡിഫക്റ്റ് ഓഫ് ഐ കോസ്ഡ് ബൈ ഇൻക്രീസിങ് ദ കർവേച്ചർ ഓഫ് ദി ഐ, ഇവിടെ ഡിക്രീസ് ചെയ്യുകയായിരുന്നു. ഡിക്രീസ് ചെയ്യുന്നത് ഏതാണ്? ലോങ് സൈറ്റ്നെസ് ആണ്. അല്ലെങ്കിൽ ഡിക്രീസ് പവർ കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് സൈറ്റ്നെസ് ആണ്. അത് ഇച്ചിരി കൂടി പ്രായമായവരിലൊക്കെ വരുന്നതാണ്. ഇത് ഇൻക്രീസിങ് ദ കർവേച്ചർ ഓഫ് ദി ഐ, കർവേച്ചർ ഓഫ് ദി ഐ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ദ പവർ ഓഫ് ദി ലെൻസ്, ലെൻസിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നിയർ സൈറ്റ്നെസ്, മയോപ്പിയ, അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. നിയർ സൈറ്റ്നെസ് ഓർ മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദി ഡിഫക്റ്റ് ഓഫ് ആൻ ഐ കോസ്ഡ് ബൈ ദ ഡിസ്റ്റൻസ് ഓഫ് ദി നിയർ പോയിന്റ് ചേഞ്ച്ഡ് മോർ ദാൻ 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്ററിനേക്കാളും അകലെയായിട്ട് നിയർ പോയിന്റ് വരുന്നതിന് പറയുന്ന പേരാണ് പ്രസ്ബയോപ്പിയ. പ്രായമായവരിൽ കാണപ്പെടുന്ന വെള്ളെഴുത്തെന്ന് പറയുന്നതാണിത്. പ്രസ്ബയോപ്പിയാണ്. നിയർ പോയിന്റ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഓഫ് ദി നിയർ പോയിന്റ് എങ്ങനെയാണ്? മോർ ദാൻ 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. എനി ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കളർ, എനി ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കളറിനെ കമ്പോസ് ചെയ്യുന്ന എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് വരുന്ന ലൈറ്റിന് പറയുന്ന പേരാണ് കോമ്പോസൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. കോമ്പോസൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ ഫിനോമിൻ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസൈറ്റ് ലൈറ്റ് ഇൻറ്റു ഇറ്റ്സ് കൺസ്റ്റുവൻറ്റ് കളേഴ്സ്. കോമ്പോസൈറ്റ് ലൈറ്റ് അതിൻ്റെ കൺസ്റ്റുവൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഫിനോമിന് പറയുന്ന പേരാണ് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്. ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനും പഠിച്ചിരിക്കണം. മോർ ഡീവിയേറ്റഡ് ലൈറ്റ് ഡ്യൂ ടു ഡിസ്പേഷൻ സംഭവിക്കുമ്പോൾ ഏറ്റവും ഡീവിയേഷൻ സംഭവിക്കുന്നത് ഏത് ലൈറ്റിനാണ്? വയലറ്റ് ലൈറ്റിനാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ലോ ഡീവിയേഷൻ സംഭവിക്കുന്ന ഏതിനാണ്? റെഡിനാണ്. അതിൻ്റെ കാര്യം എന്താണ്? റെഡിനാണ് മാക്സിമം വേവ് ലെന്ത് ഉള്ളത്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കളർ ഓഫ് ലൈറ്റ് ഹാവ് മാക്സിമം വേവ് ലെന്ത് റെഡ്, കളർ ഓഫ് ലൈറ്റ് ഹാവ് ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് വയലറ്റ്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദ കളർ ഓഫ് ലൈറ്റ് ക്യാൻ ബി സീൻ അറ്റ് ദ ലോവർ എഡ്ജ് ഓഫ് ദി റെയിൻബോ. റെയിൻബോയുടെ ലോവർ എഡ്ജിൽ കാണപ്പെടുന്ന കളർ ഏതായിരിക്കും? വയലറ്റ് കളറായിരിക്കും ലോവർ എഡ്ജിൽ കാണുന്നത്. ദ കളർ ഓഫ് ദി ലൈറ്റ് ദാറ്റ് ക്യാൻ ബി സീൻ അറ്റ് ദ അപ്പർ എഡ്ജിൽ കാണുന്നത് ഏതായിരിക്കും? അപ്പർ എഡ്ജിൽ കാണുന്നത് റെഡ് ആയിരിക്കും. ലോവർ എഡ്ജിൽ കാണുന്നത് വയലറ്റ് ആയിരിക്കും. അപ്പർ എഡ്ജിൽ കാണുന്നത് റെഡ് ആയിരിക്കും. കാരണം റെഡിനാണ് വേവ് ലെന്ത് കൂടുതൽ. പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്? റെഡ്, ഗ്രീന്, ബ്ലൂ. പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീന്, ബ്ലൂ. ഗ്രീനും റെഡും കൂടെ ചേർന്ന് കഴിയുമ്പം യെല്ലോ കിട്ടും. ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ സൈൻ കിട്ടും. ബ്ലൂവും റെഡും കൂടെ ചേർന്ന് കഴിയുമ്പോൾ മജന്ത കിട്ടും. അത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോയെന്നറിയില്ല, നേരത്തെ തന്നായിരുന്നു. ആർ യു റെഡി ഗ്രൂപ്പ് ബേബീസ്? റെഡി ഗ്രൂപ്പ് ബേബീസ്, ഇതാണ് അതിൻ്റെ ക്ലൂ. റെഡ്, ഗ്രീന്, ബ്ലൂ 3 റൗണ്ട് വരയ്ക്കുക. അവർ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്തതായിരിക്കണം. റെഡും ഗ്രീനും ബ്ലൂവുമാണ് പ്രൈമറി കളേഴ്സ്. റെഡി ഗ്രൂപ്പ് ബേബീസ് എന്ന് ഓർത്തിരിക്കുക. റെഡി ഗ്രൂപ്പ് ബേബീസ്. അപ്പം റെഡ്, ഗ്രീന്, ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ്. ഇനി YCM എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. YCM റെഡും ഗ്രീനും ഇടയ്ക്ക് Y എഴുതുക, ഇവിടെ രണ്ടാമത് C എഴുതുക, മൂന്നാമത് M എഴുതുക. അപ്പോൾ റെഡും ഗ്രീനും കൂടെ കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും? യെല്ലോ ആയിരിക്കും. ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും? സയൻ ആയിരിക്കും. ഇവിടെ തന്നിട്ടുണ്ട്. ബ്ലൂവും റെഡും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും? മജന്തയായിരിക്കും. ഇനി റെഡ്, ഗ്രീന്, ബ്ലൂ, അതായത് പ്രൈമറി കളേഴ്സ് തമ്മിൽ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന ലൈറ്റ് ഏതായിരിക്കും? വൈറ്റ് ലൈറ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇഫ് ദ ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഈസ് റൊട്ടേറ്റഡ് ഫാസ്റ്റ് ദ ഡിസ്ക് അപ്പിയർഡ് വൈറ്റ് ഡ്യൂ ടു. എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ഇത് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് നോർമലി പഠിക്കാനില്ല, എക്സ്ട്രാ റീഡിങ്ങിനകത്താണ്. പക്ഷേ ഇത് NTSC എക്സാമിനേഷൻ ഇത് പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇതാണ്. വിച്ച് കമ്പോണൻറ്റ് കളർ ഇൻ വൈറ്റ് ലൈറ്റ് അണ്ടർഗോസ് മാക്സിമം സ്കാറ്ററിങ് നടക്കുന്ന വൈറ്റ് ലൈറ്റിനകത്ത് ഏത് കളറിനായിരിക്കും? വയലറ്റ് കളറിനായിരിക്കും
ഏറ്റവും കൂടുതൽ മാക്സിമം സ്കാറ്ററിങ് സംഭവിക്കുന്നത് ആർക്കായിരിക്കും? വൈറ്റ് ലൈറ്റിനായിരിക്കും. ഏറ്റവും കുറവ് സ്കാറ്ററിങ് നടക്കുന്ന ഏതിനായിരിക്കും? റെഡ് ലൈറ്റിനായിരിക്കും ഏറ്റവും കുറവ് സ്കാറ്ററിങ് സംഭവിക്കുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് സ്കാറ്ററിങ്? വേവ് ലെങ്ത് സ്കാറ്ററിങ് എങ്ങനെയാണ്? അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ, വേവ് ലെങ്ത് എന്നുള്ളത് ലാംഡ എന്ന സിമ്പിൾ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാറ്ററിങ് എങ്ങനെയാണ്? ഡിക്രീസ് ചെയ്യും. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാറ്ററിങ് ഡിക്രീസ് ചെയ്യും. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്കാറ്ററിങ് ഡിക്രീസ് ചെയ്യും. വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്കാറ്ററിങ് ഇൻക്രീസ് ചെയ്യും. വേവ് ലെങ്ത് ഇൻക്രീസസ്, സ്കാറ്ററിങ് ഡിക്രീസസ്. വേവ് ലെങ്ത് ഡിക്രീസസ്, സ്കാറ്ററിങ് ഇൻക്രീസസ്. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എനർജി മാനേജ്മെൻറ്റ്. എനർജി മാനേജ്മെൻറ്റ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ കോൾഡ് ഫോസിൽ ഫ്യൂവൽസ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ കോൾഡ് ഫോസിൽ ഫ്യൂവൽസ്. നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ഏതാണ്? ഫോസിൽ ഫ്യൂവൽസ് ആണ്. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ? കോളിനെ എയറിൻ്റെ ആബ്സെൻസിൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണെന്നുള്ളത്, പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. കോൾട്ടാർ, കോൾ ഗ്യാസ്, കോക്ക്, അമോണിയ. കോൾട്ടാർ, കോൾ ഗ്യാസ്, കോക്ക്, അമോണിയ. ഡാഷ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഫോസിൽ ഫ്യൂവൽ ഓൺ എർത്ത്? കോൾ. 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മെയിൻ കൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് എൽ പി ജി. കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് എൽ പി ജി ആണ്. എൽ പി ജിയിലുള്ള മെയിൻ കൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ്. മെയിൻ കമ്പോണൻ്റ് ഓഫ് സി എൻ ജി അല്ലെങ്കിൽ എൽ എൻ ജി. സി എൻ ജിയുടെ എൽ എൻ ജിയുടെയും മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീതെയിൻ ആണ്. സി എൻ ജിയുടെ എൽ എൻ ജിയുടെയും മെയിൻ കമ്പോണൻ്റ്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ആഡഡ് ഇൻ ടു എൽ പി ജി ടു ബിവെയർ ഓഫ് ഗ്യാസ് ലീക്കേജ്. ഗ്യാസ് ലീക്കേജ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എൽ പി ജിക്കകത്ത് ചേർക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈഥൈൽ മെർക്യാപ്റ്റൻ. ദ കമ്പോണൻസ് ഓഫ് ബയോഗ്യാസ് ആർ. ബയോഗ്യാസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? മീതെയിനും കാർബൺ ഡയോക്സൈഡും. മീതെയിനും കാർബൺ ഡയോക്സൈഡും. കാർബൺ ഡയോക്സൈഡ്, മീതെയിന്. മീതെയിന്, കാർബൺ ഡയോക്സൈഡ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 kilogram ഓഫ് ഫ്യൂവൽ ഈസ് കോൾഡ് ഇറ്റ്സ് കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്തെന്നുള്ളത് ചോദിക്കാം. എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 kilogram ഫ്യൂവൽ. 1 kilogram ഫ്യൂവല് കംപ്ലീറ്റ് ആയിട്ട് കത്തിത്തീരാനായിട്ട് ഉപയോഗിക്കുന്ന ഹീറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ബെസ്റ്റ് ഫ്യൂവൽ ഏതാണെന്നുള്ളത് ചോദിക്കുക. ഹൈഡ്രജൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ജനറേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 phase AC ജനറേറ്റർ ആണ്. 3 phase AC ജനറേറ്റർ ആണ് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ജനറേറ്റർ എന്ന് പറയുന്നത്. പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ. ഡാഷ് ഈസ് ദ ബെസ്റ്റ് ഫ്യൂവൽ ബേസ്ഡ് ഓൺ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ അനുസരിച്ച് ബെസ്റ്റ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ്. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം പെർ കിലോ ജൂൾ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഗിവ് 2 situations in daily life where hydrogen is used as fuel. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിനകത്ത് ഉപയോഗിക്കുന്നു. അതിനകത്ത് തന്നെ റോക്കറ്റ് ഫ്യൂവലായിട്ട് പ്രൊപ്പലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിനകത്തും റോക്കറ്റ് ഫ്യൂവലായിട്ട് പ്രൊപ്പലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഏതാണ്? ഹൈഡ്രജൻ ആണ്. എ ലാർജ് നമ്പർ ഓഫ് സോളാർ സെൽസ് സ്യൂട്ടബിളി അസംബിൾഡ് ടു ഫോം സോളാർ പാനൽ. ലാർജ് നമ്പർ ഓഫ് സോളാർ സെൽസ്. ലാർജ് നമ്പർ ഓഫ് സോളാർ സെൽസിനെ ഒന്നിച്ച് നമ്മൾ അസംബിൾ ചെയ്യുകയാണെങ്കിൽ അതിന് സ്യൂട്ടബിളായിട്ട് അസംബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോളാർ പാനൽ കിട്ടുന്നത്. വേർ ഈസ് ദ മോസ്റ്റ് ഓഫ് അവർ സോളാർ തെർമൽ പവർ പ്ലാന്റ്സ് ഫങ്ഷനിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലുള്ള സോളാർ തെർമൽ പവർ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാനിലാണ്. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂട് കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലാണ് നമ്മുടെ ഇവിടെയുള്ള തെർമൽ പവർ പ്ലാന്റ്സ് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂക്ലിയോ ഓഫ് ഗ്രേറ്റർ മാസ് ആർ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലി. ലൈറ്റർ ന്യൂക്ലി ആയിട്ട് ഗ്രേറ്റർ മാസ് ഉള്ളത് ലൈറ്റർ ന്യൂക്ലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഇൻ വിച്ച് ലൈറ്റർ ന്യൂക്ലിയർ കമ്പൈൻ ടു ഫോം ഹെവിയർ വൺസ്. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കൂടിച്ചേരുകയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ, അത് വെച്ച് ഓർത്തിരുന്നാൽ മതി. ലൈറ്റർ ന്യൂക്ലിയർ കമ്പൈൻ ചെയ്ത് ഹെവിയർ വണ്ണായിട്ട് മാറുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹെവിയർ ആയിട്ടുള്ള ഗ്രേറ്റർ മാസ് ഉള്ളത് സ്പ്ലിറ്റ് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയർ ആയിട്ട് മാറുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ എനർജി ഇൻ ദ ഫോളോയിങ് ഫ്യൂവൽസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. കോള്, നാപ്ത, ബയോഗ്യാസ്, പെട്രോളിയം ഗ്യാസ്. ഇതിനകത്ത് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള, പ്രകൃതിക്ക് നാശം വരുത്താത്ത എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്യാസ് ആണ്. കോളും നാപ്തയും പെട്രോളിയം ഗ്യാസും എന്ന് പറയുന്നത് ഏതാണ്? ബ്രൗൺ എനർജിയാണ്. ബ്രൗൺ എനർജിയാണ്. ഒരു ബ്രൗൺ എനർജിക്ക് എക്സാമ്പിളാണ് കോള്, നാപ്ത, പെട്രോളിയം ഗ്യാസ് എന്നുള്ളത്. ബ്രൗൺ എനർജിക്ക് എക്സാമ്പിൾസാണ്. ഇത് ഗ്രീൻ എനർജിക്ക് എക്സാമ്പിളാണ്. എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജിക്ക് എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത് ബയോഗ്യാസ്. പിന്നെ അതിന് എക്സാമ്പിൾസ് ഏതാണെന്ന് പറയാവുന്നത് സോളാർ എനർജി. സോളാർ എനർജി അങ്ങനെ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ വിൻഡ് എനർജി, ഇതൊക്കെ ഏതാണ്? സോളാർ ഇത് എനർജി ഗ്രീൻ എനർജിയാണ്, അതായത് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഒരു 50 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ഫിസിക്സിൻ്റെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ മുഴുവൻ ചാപ്റ്ററുകളുടേതും 1 വേർഡ് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യനുമായിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് മുഴുവൻ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മുഴുവനും പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കി പഠിച്ചാലും മതി. കേട്ട് മനസ്സിലാക്കി പഠിക്കുക, കണ്ടും കേട്ടും മനസ്സിലാക്കി പഠിക്കുക, പഠിച്ചു പോവുക. ഒപ്പം കേട്ട് മനസ്സിലാക്കി 2-3 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ തന്നെ ഇത് മുഴുവൻ പഠിച്ചോളും. അപ്പോൾ എഴുതിയെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് മുഴുവൻ ബൈഹാർട്ട് പഠിക്കാൻ പറ്റും. പിന്നെ പരീക്ഷാ സമയമാകുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റിവൈസ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഫുൾ A+ വാങ്ങിക്കാനായിട്ട് ഇടവരട്ടെ. നിങ്ങളുടേതായ രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് എല്ലാവർക്കും ഇടവരട്ടെ. അതിന് ഈ വീഡിയോ സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ നന്നായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്നേഹപൂർവ്വം നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.